നെക്സ്റ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഡിസ്പെർഷൻ കാണാനുള്ള വേറൊരു മെത്തേഡാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സിമ്പിൾ ആണ് സിഗ്മ. ആൽഫ ബീറ്റ ഗാമ ആ ശ്രേണിയില് സിഗ്മ അങ്ങനെയാണ് ഇതിനെ നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതൊരു പക്ക മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദി മീൻ ഓഫ് the squares of deviations of all values of a series from their arithmetic mean. ഈ ഡെഫിനിഷൻ വായിക്കുമ്പോൾ ഇത് മനസ്സിലാക്കി എടുക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ടാണ്. നമുക്കതിനെ എന്താണ് ഡിവൈഡ് ചെയ്തെടുക്കാം. അതിനെ പല ഫ്രേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്ത് നോക്കാം. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് ഫോർമുലയിലേക്ക് എത്തുന്നതെന്ന് നോക്കാം. സിഗ്മ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കണ്ടോ, സ്ക്വയർ റൂട്ട് ഓഫ്. ഇനി എന്തിന്റെയാണ് സ്ക്വയർ റൂട്ട് പറഞ്ഞേക്കുന്നത്? ഇവിടെ മുതൽ നോക്കാം. ഡീവിയേഷൻസ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എ സീരീസ് ഫ്രം ദെയർ അരിത്തമെറ്റിക് മീൻ. ഡീവിയേഷൻസ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എ സീരീസ് ഫ്രം ദെയർ അരിത്തമെറ്റിക് മീൻ. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് തരിക. ഒരു സീരീസ് തരും, കുറച്ച് വാല്യൂസ് തരും. അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ തന്നിട്ടുള്ള വാല്യൂസിന് ഇപ്പൊ ഇവിടെ നോക്കൂ, 2, 3, 4, 5 നമ്പേഴ്സ് ഉണ്ട്. ഈ 5 നമ്പേഴ്സിന് ഒരു മീൻ ഉണ്ട്, ഒരു അരിത്തമെറ്റിക് മീൻ ഉണ്ട്. ഈ 5 നമ്പേഴ്സിന് ഒരു ആവറേജ് ഉണ്ട്. നമ്മൾ അതെല്ലാം കൂടെ കൂട്ടി ഇപ്പൊ ഇതാണെങ്കിൽ 30 വരും. 1, 2, 3, 4, 5 5 നമ്പേഴ്സ് ഉള്ളത് കൊണ്ട് 30 ഡിവൈഡഡ് ബൈ 5 6 എന്ന് കിട്ടും. അപ്പം നമുക്ക് എത്ര നമ്പേഴ്സ് തന്നിട്ടുണ്ടോ ആ തന്നിട്ടുള്ള നമ്പേഴ്സിനെല്ലാം ഒരു ആവറേജ്, അതെല്ലാം കൂടെ കൂട്ടി അതിനൊരു ആവറേജ് ഉണ്ട്. അപ്പം ഇവിടെ നോക്കൂ, ഡീവിയേഷൻസ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എ സീരീസ് ഫ്രം ദെയർ അരിത്തമെറ്റിക് മീൻ. നമ്മള് ഒരു തന്നിട്ടുള്ള സീരീസിന് എക്സ് എന്നാണ് പേര് കൊടുക്കുക. അപ്പം തന്നിട്ടുള്ള എല്ലാ വാല്യൂസിൽ നിന്നും അല്ലെങ്കിൽ ഓരോ വാല്യൂസിൽ നിന്നും ആ സീരീസിന്റെ ആവറേജ് കുറയ്ക്കുക അല്ലെങ്കിൽ ആ വ്യത്യാസം കാണുക. അതിന്റെ സ്ക്വയർ ഓരോ നമ്പറിൽ നിന്നും ആ ഗ്രൂപ്പിന്റെ മീൻ കുറച്ചിട്ട് അതിന്റെ സ്ക്വയർ കാണും. തന്നിട്ടുള്ള അതൊരു എക്സാമ്പിളിലൂടെ ഞാൻ തെളിയിക്കാം. ഇപ്പൊ ഇവിടെ കണ്ടോ, 2, 4, 6, 8, 10 അങ്ങനെയാണ് നമ്പേഴ്സ് തന്നിട്ടുള്ളത്. ഈ 5 വാല്യൂസിന്റെ ടോട്ടൽ 30 ആണ്. ഈ 5 വാല്യൂസിന്റെ ആവറേജ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പം നമ്മൾ ഈ ഓരോ നമ്പർ 6 ആയിട്ടുള്ള ഡിഫറൻസ് കാണും, അല്ലെങ്കിൽ ഓരോ നമ്പറിൽ നിന്നും 6 കുറയ്ക്കും. എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്യും. അതിന്റെ മീൻ എടുക്കണം. കണ്ടോ, ഡീവിയേഷൻസ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എ സീരീസ് ഫ്രം ദെയർ അരിത്തമെറ്റിക് മീൻ നമ്മളിവിടെ കണ്ടു. ഓരോ നമ്പറിൽ നിന്നും ആ ഗ്രൂപ്പിന്റെ അരിത്തമെറ്റിക് മീൻ കുറച്ചിട്ട് സ്ക്വയർ ചെയ്തു. അതിന്റെ മീൻ എടുക്കണം. മീൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പൊ നമ്മൾ എല്ലാം കൂടെ കൂട്ടുക എന്നുള്ളതിന്റെ ചിഹ്നം ഇടുന്നു സിഗ്മ ഡിവൈഡഡ് ബൈ എൻ. എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുന്നു. അതായത് ഈ വ്യത്യാസത്തിന്റെ സ്ക്വയറുകൾ കണ്ടല്ലോ, അതായത് ഈ കോളം നമ്മൾ ഓരോ നമ്പറിൽ നിന്നും, ഇത് എക്സാമ്പിൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഓരോ നമ്പറിൽ നിന്നും ഇതിന്റെ മീനായ 6 കുറച്ചു. കണ്ടോ, എക്സ് മൈനസ് എക്സ് ബാർ. ഈ 2 ആണ് 2 മൈനസ് 6. ഇവിടെ 4 ആണ് 4 മൈനസ് 6. 6 ആണ് 6 മൈനസ് 6. 8 ആണ് 8 മൈനസ് 6. 10 ആണ് 10 മൈനസ് 6. അപ്പം 2 മൈനസ് 6 ആയതുകൊണ്ട് 6 വലിയ നമ്പറാണ്. 6ന്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് ഒരു ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ കുറയ്ക്കുമ്പോൾ വ്യത്യാസം കണ്ട് വലുതിന്റെ ചിഹ്നം ഇടണം എന്നാണല്ലോ നിയമം. അപ്പൊ അങ്ങനെ വ്യത്യാസം 4, വലുതിന്റെ ചിഹ്നം മൈനസ്. ഇവിടെയും വ്യത്യാസം 2, വലുതിന്റെ ചിഹ്നം മൈനസ് ഇട്ടു. 6 മൈനസ് 6 0. 8 മൈനസ് 6 2. 10 മൈനസ് 6 4. ഇനി അതിന്റെ സ്ക്വയർ എടുക്കണം.
4ന്റെ സ്ക്വയർ, ഇവിടെ മൈനസ് നമുക്ക് സ്ക്വയർ ചെയ്യുമ്പോൾ വർഗം എടുക്കുമ്പോൾ മൈനസ് ആയാലും പ്ലസ് ആയാലും കണക്കാക്കേണ്ടതില്ല. അതുകൊണ്ട് 4ന്റെ സ്ക്വയർ 16, 2ന്റെ സ്ക്വയർ 4, 0, 2ന്റെ സ്ക്വയർ 4, 4ന്റെ സ്ക്വയർ 6. ഇതിന്റെ മീൻ ആണ് എടുക്കാൻ പറഞ്ഞേക്കുന്നത്. കണ്ടോ? ഡീവിയേഷൻസ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എ സീരീസ് ഫ്രം ദെയർ മീൻ. ഡീവിയേഷൻസ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എ സീരീസ് ഫ്രം ദെയർ മീൻ. ഇതിന്റെ മീനായ 6 വ്യത്യാസം കണ്ടു, അതിന്റെ സ്ക്വയർ എടുത്തു, എന്നിട്ടോ അതിന്റെ മീൻ കണ്ടു. ഈ സ്ക്വയറിന്റെ സം ഓഫ് സ്ക്വയേഴ്സിന്റെ അതാണ് ഈ വരുന്ന വാല്യൂ. അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ കിട്ടുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതൊരു പക്ക മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഫോർമുല എങ്ങനെ വരും? ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഫോർമുല. അത് നമ്മൾ ഈ ഡെഫിനിഷനെ ഫ്രേസ് ആയിട്ട് മുറിച്ച് അതിനെ സിമ്പിൾസിലേക്ക് മാറ്റിയപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, ഇങ്ങനെയാണ് അതിന്റെ ഫോർമുല വരുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. ഇതാണ് ഫോർമുല. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് നോക്കാം. ഇൻഡിവിജ്വൽ സീരീസിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെ വരും? എക്സിന്റെ വാല്യൂസ് തന്നിട്ടുണ്ടാകും, ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ബാക്കിയെല്ലാം നമ്മൾ ആൻസറിന്റെ ഭാഗമായിട്ട് ചേർക്കുന്നതാണ്. അപ്പം 5 വാല്യൂസ് തന്നിട്ടുണ്ട്, ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ എക്സ് വാല്യൂസിന്റെ മീൻ കണ്ടുപിടിക്കണം. സം ടോട്ടൽ 30, 5 വാല്യൂസ് ഉണ്ട്. അപ്പൊ 30 ഡിവൈഡഡ് ബൈ 5, 6 ആണ് ഇതിന്റെ മീൻ. ഇനി നമ്മളോ എക്സ് മൈനസ് ഈ 6, ഓരോ നമ്പറിൽ നിന്നും 6 കുറയ്ക്കുക. എക്സ് മൈനസ് എക്സ് ബാർ കണ്ടോ, ഓരോന്നിൽ നിന്നും 6 കുറച്ചു. 6 കുറച്ചപ്പോ കിട്ടിയ വാല്യൂസ് ആണിത്. ഇനി ഈ കോളത്തിന്റെ സ്ക്വയർ ആണ് അടുത്ത കോളം. അപ്പൊ ഇതിന് വർഗം കണ്ടാൽ മതി. 4ന്റെ വർഗം 16, അങ്ങനെ വർഗം കണ്ടു. അതിന്റെ ആവറേജ് കാണാൻ വേണ്ടിട്ട് അതിന്റെ തുക എടുക്കണം ആദ്യം. അപ്പം 40, അത്രയും ചെയ്തു. ഇനി നമ്മൾ ഫോർമുല എഴുതുക. സിഗ്മ ഈസ് ഈക്വൽ ടു, കണ്ടോ ആ ഫോർമുല, സിഗ്മ ഇത് സ്മോൾ ലെറ്റർ സിഗ്മ, ഇത് ക്യാപിറ്റൽ ലെറ്റർ സിഗ്മ. നമ്മൾ ആൽഫ ബീറ്റ ഗാമ റോമൻ ലെറ്റേഴ്സിലെ ആൽഫബറ്റ്സ് ആണ് ഇതെല്ലാം. അപ്പൊ ഇത് ക്യാപിറ്റൽ സിഗ്മ എന്ന് പറഞ്ഞാൽ സം, തുക എന്ന അർത്ഥം വരുന്നു. ഇത് സ്മോൾ ലെറ്റർ സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സൂചിപ്പിക്കുന്നു. അപ്പം സിഗ്മ അല്ലെങ്കിൽ സം എന്ന് പറഞ്ഞാലും മതി. സം ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ is equal to square root of, in a substitution, sigma x minus x bar the whole square. X minus x bar whole square ചെയ്തതിന്റെ തുക ഇതാണ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ, അതിന്റെ തുക സിഗ്മ. അപ്പൊ 40 എഴുതി, ഡിവൈഡഡ് ബൈ എൻ. ഫോർമുലയിലെ n എന്ന് പറയുന്നത് എത്ര നമ്പേഴ്സ് ഉണ്ട്? 5. സ്ക്വയർ റൂട്ട് ഓഫ് 40 ബൈ 5 8. സ്ക്വയർ റൂട്ട് 8 എന്ന് പറയുമ്പോ എത്ര വന്നു? 2.8. അതാണ് ഈ സീരീസിന്റെ തന്നിട്ടുള്ള നമ്പേഴ്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 2.8 ആണ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള വേറെ ഒരു ഫോർമുല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻഡിവിജ്വൽ സീരീസിന്റെ തന്നെ അനദർ മെത്തേഡ്. അവിടെ ഇതാണ് ഫോർമുല. സിഗ്മ ഈസ് ഈക്വൽ ടു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ അതിന്റെ ദ ഹോൾ സ്ക്വയർ. അപ്പം ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. നമുക്ക് എക്സിന്റെ വാല്യൂസ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഈ സെറ്റ് ഓഫ് വാല്യൂസിന്റെ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പം അടുത്ത കോളത്തിൽ എക്സ് സ്ക്വയർ, ഈ തന്നിട്ടുള്ള വാല്യൂസിന്റെ എല്ലാം സ്ക്വയർ കണ്ടുപിടിക്കണം. 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 5ന്റെ സ്ക്വയർ 25, 4ന്റെ സ്ക്വയർ 16, 6ന്റെ 36, 8ന്റെ 64, 10ന്റെ 100, 2ന്റെ 4. എക്സിന്റെ സമ്മ് സിഗ്മ എക്സ് കണ്ടോ, എക്സിന്റെ തുക ഇവിടെയുണ്ട് 40. എക്സ് സ്ക്വയറിന്റെ തുക, എക്സ് സ്ക്വയറിന്റെ സം എന്ന് പറയുന്നത് 258 ഉണ്ട്. അപ്പൊ ഈ 2 കോളംസ് മതി. നമുക്ക് ആദ്യത്തെ മെത്തേഡിലെ പോലെ എക്സ് മൈനസ് എക്സ് ബാർ അങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യുക, നെഗറ്റീവ് നമ്പർ വരിക, അതൊക്കെ ഇവിടെ ഒഴിവായി കിട്ടും.
അപ്പം എക്സിന്റെ തുകയായി എക്സ് സ്ക്വയറിന്റെ തുകയായാൽ നമുക്ക് ഇനി ഫോർമുല എഴുതാം. സിഗ്മ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സം ഓഫ് എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയറിന്റെ സം എന്ന് പറയുന്നത് 258 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് എത്ര നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, 8 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, മൈനസ് സിഗ്മ എക്സ് എക്സിന്റെ സം എന്ന് പറയുന്നത് 40/8 ദ ഹോൾ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്താൽ 258 ഡിവൈഡഡ് ബൈ 8 32.25, 40/8 5 ആണ്. അപ്പൊ 5ന്റെ സ്ക്വയർ സമം സ്ക്വയർ റൂട്ട് ഓഫ് 32.25 അങ്ങനെ തന്നെ എഴുതി. 5ന്റെ സ്ക്വയർ 25, വീണ്ടും സ്ക്വയർ റൂട്ട് ഓഫ് 32.25 മൈനസ് 25 7.25. അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് 7.25 2.69. അതാണ് ഇവിടെ ആൻസർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 2.69. അടുത്തത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന കോൺസെപ്റ്റ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ. ഇതാണ് അതിന്റെ ഫോർമുല. അപ്പൊ ഈ തന്നിട്ടുള്ള സീരീസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിച്ചു, 2.69 എന്ന് കണ്ടുപിടിച്ചു. ഇനി ഈ സീരീസിന്റെ മീൻ കണ്ടുപിടിക്കണം. ഇത്രയും നമ്പേഴ്സിന്റെ മീൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പം എല്ലാം കൂടെ കൂട്ടിയപ്പം 40 ഡിവൈഡഡ് ബൈ 8 സിഗ്മ എക്സ് ബൈ എൻ ഫോർമുല. 40/8 5. ഇതാണ് മീൻ. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.69 എന്നുള്ളത്. അപ്പം കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ is equal to standard deviation by mean is equal to standard deviationന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 2.69, മീനിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 5. അപ്പം 0.5 എന്ന് കിട്ടും അതിന്റെ ആൻസർ. 0.5 കറക്റ്റ് ചെയ്ത് എഴുതിയതാണ് ഡെസിമൽ പോയിന്റ്. അപ്പം കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ടോ അതിൽ കൂടുതൽ സീരീസിനെ കമ്പയർ ചെയ്യണമെങ്കിൽ ഏതിനാണ് വേരിയേഷൻ കൂടുതലോ കുറവ് അങ്ങനെ കമ്പയർ ചെയ്യണമെങ്കിൽ ഫോർ കമ്പാരിസൺ പർപ്പസസ് വി യൂസ് നോർമലി കോഎഫിഷ്യന്റ്. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർമ്മിക്കുക. അതിന്റെ ഫോർമുല സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ എന്നാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ കൂടെ വരുന്ന വേറൊരു കോൺസെപ്റ്റ് ആണ് വേരിയൻസ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ, അതിനാണ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്ത പ്രോബ്ലം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.69 കിട്ടിയല്ലോ, അതിന്റെ വേരിയൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 2.69ന്റെ സ്ക്വയർ 7.25. നമ്മൾ ആ സ്ക്വയർ റൂട്ട് എടുക്കുന്നതിന് 7.25ന്റെ സ്ക്വയർ റൂട്ട് എടുത്തപ്പോഴാണ് 2.69 കിട്ടിയത്. അപ്പം സ്ക്വയർ റൂട്ട് എടുക്കുന്നതിന് മുൻപ് ഉള്ള നമ്പർ ആയിരിക്കും ഇതിന്റെ സ്ക്വയർ. അപ്പം വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ 2.69നെ സ്ക്വയർ ചെയ്താൽ 7.25 കിട്ടും. ഇനി കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൂടിയുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100. നമ്മൾ കണ്ട കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ശതമാനത്തിലേക്ക് കൊണ്ടുവന്നാൽ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആയി. അപ്പം ഈ എക്സാമ്പിളിലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.69 നമ്മൾ ചെയ്തിട്ടുണ്ട്. 2.69 ബൈ മീൻ 5 ഇൻറ്റു 100 കിട്ടിയ ആൻസർ 0.5 ഇൻറ്റു 100 50 എന്ന് കിട്ടും. അപ്പം കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഉപയോഗിച്ചാണ് കമ്പയർ ചെയ്യാൻ പറയുന്നതെങ്കിൽ നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ച് കമ്പയർ ചെയ്യും. വേരിയൻസ് ഉപയോഗിച്ചാണ് കമ്പയർ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ച് കമ്പയർ ചെയ്യും. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിച്ചാണ് കമ്പയർ ചെയ്യേണ്ടതെങ്കിൽ ഈ ഫോർമുല ഉപയോഗിച്ച് കമ്പയർ ചെയ്യും. അങ്ങനെ ക്വസ്റ്റ്യനിൽ എന്താണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ രീതിയിൽ നമ്മൾക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ സാധിക്കും. ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ആയിട്ടാണ്. എക്സിന്റെ വാല്യൂസും ഉണ്ട്,
ഫ്രീക്വൻസി, എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഫ്രീക്വൻസി, ഇത്രയുമാണ് നമ്മുടെ ഡേറ്റ. ഇതാണ് ഡേറ്റ. അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഫോർമുല സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ അല്ലെങ്കിൽ സം ഓഫ് എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിനെ എഫ് കൊണ്ട് ഗുണിച്ചതിന്റെ തുക ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ ഫ്രീക്വൻസിയുടെ തുക മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. എഫും എക്സും കൂടെ ഗുണിച്ചത് കൂട്ടി ഡിവൈഡഡ് ബൈ എൻ ഡിവൈഡ് ചെയ്തു, അതിന്റെ സ്ക്വയർ. നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കാം. അപ്പം എക്സ് തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്, ഇത്രയാണ് ക്വസ്റ്റ്യൻ. ഇനി എഫ് എക്സ്, ഈ എഫും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിച്ചെഴുതണം. അപ്പം 8 × 2 16, 4 × 10 40, 16 × 6 96, 8 × 9 72, 10 × 7 70. അതിന്റെ സം 294. ഏത്? സിഗ്മ എഫ് എക്സ്, എഫ് എക്സിന്റെ തുക. ഇവിടെ എഫിന്റെ തുക ക്യാപിറ്റലിന് കൂട്ടി. ഇനി എക്സ് ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചു. 2ന്റെ സ്ക്വയർ 4, 4ന്റെ സ്ക്വയർ 16, 6ന്റെ സ്ക്വയർ 36, 8ന്റെ സ്ക്വയർ 64, 10ന്റെ സ്ക്വയർ 100. അടുത്ത കോളത്തിൽ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ. ഈ എഫും ഈ എക്സ് സ്ക്വയർ കോളം കൂടി കൂട്ടും, മൾട്ടിപ്ലൈ ചെയ്യും. 8 × 4 32, 10 × 16 160, 16 × 36 576, 9 × 64 576, 7 × 100 700. അതിന്റെ ടോട്ടല് 2000. അതായത് സിഗ്മ എഫ് എക്സ് സ്ക്വയർ 2044. ഈ എഫ് എക്സിനെ വേണമെങ്കിൽ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എഫ് എക്സ് സ്ക്വയർ കിട്ടും. നമ്മള് കുറച്ച് എന്താ പറയുക, തെറ്റിപ്പോവാതിരിക്കാനായിട്ട് നമ്മൾ എക്സ് സ്ക്വയർ വരെ കണ്ടുപിടിച്ചു, ഒരു കോളം ഉണ്ടാക്കി, അതിനുശേഷമാണ് എഫ് എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ നമ്മുടെ ഫോർമുലയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വാല്യൂസും കിട്ടി. ഇനി ഫോർമുല എഴുതുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ, സ്ക്വയർ റൂട്ട് ഓഫ് എഫ് ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ സമ്മ്. അത് ഇതാണ് ലാസ്റ്റ് കോളം. എഫ് ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ സം എന്ന് പറയുന്നത് 2044 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ ഫ്രീക്വൻസിയുടെ തുക 50 മൈനസ് സിഗ്മ എഫ് എക്സ്, എഫും എക്സും കൂടെ ഗുണിച്ചതിന്റെ തുക എന്ന് പറയുന്നത് 294 ബൈ 50. അത് ഡിവൈഡ് ചെയ്തിട്ട് വേണം സ്ക്വയർ കാണാൻ. അപ്പൊ അടുത്ത സ്റ്റെപ്പില് സ്ക്വയർ റൂട്ട് ഓഫ് ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 40.88 എന്ന് കിട്ടും. ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 5.88. ആ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി, സ്ക്വയർ റൂട്ട് ഓഫ് 40.88 അങ്ങനെ തന്നെ എഴുതി മൈനസ് ഇതിന്റെ സ്ക്വയർ വർഗം 34.57 സമം സ്ക്വയർ റൂട്ട് ഓഫ് ഈ വ്യത്യാസം എന്ന് പറയുന്നത് 6.31. ഇനി 6.31ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 2.51. അപ്പം 2.51 ആണ് നമ്മുടെ റിക്വയർഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അടുത്തത് കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നമുക്കറിയാം കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ക്ലാസ് ഇന്റർവെല്ലിന്റെ ഫോമിലാണ്. ക്ലാസ് ഇന്റർവെല്ലും കാണും, ഫ്രീക്വൻസിയും കാണും. അപ്പം ശ്രദ്ധിച്ചു നോക്കുക. വീഡിയോ ലെങ്തി ആയിട്ട് പോകാതിരിക്കാനായിട്ട് നമുക്കൊരു ചെറിയ ഷോർട്ട് കട്ടിലൂടെ പോകാം. ഈ തൊട്ട് മുൻപ് ചെയ്ത പ്രോബ്ലം, ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ ചെയ്ത പ്രോബ്ലം തന്നെയാണിത്. ഇവിടെ എക്സിന്റെ വാല്യൂസും ഫ്രീക്വൻസിയാണ് ഡിസ്ക്രീറ്റ് സീരീസിലുള്ളത്. അപ്പം ഈ എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ഇന്റർവെല്ലിന്റെ മിഡ് പോയിന്റ് ആണെന്ന് സങ്കല്പിക്കുക. കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു ക്ലാസ് ഇന്റർവെൽ തരും, ഫ്രീക്വൻസിയും തരും. ഈ ക്ലാസ് ഇന്റർവെല്ലുകളുടെ മിഡ് വാല്യൂ എടുത്ത് അതിന് എക്സ് എന്ന് പേര് കൊടുക്കുക. അത്രയും വ്യത്യാസമുള്ളൂ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും തമ്മിൽ. അപ്പം ഈ മിഡ് വാല്യൂസ് വരുന്ന രീതിയിൽ നമുക്ക് തന്നിട്ടുള്ള എക്സ് വാല്യൂസ് മിഡ് വാല്യൂസ് ആയിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ചുമ്മാ ഒരു ക്ലാസ് ഇന്റർവെൽ സങ്കല്പിച്ച് നോക്കാം.
അപ്പൊ 2, 4, 6, 8, 10 ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ള എക്സിന്റെ വാല്യൂസ്. അത് ഏതൊക്കെയോ ക്ലാസ് ഇന്റർവെല്ലുകളുടെ മിഡ് വാല്യൂസ് ആണ് എന്ന് വിചാരിച്ച് നമുക്കൊന്ന് അസ്യൂം ചെയ്ത് നോക്കാം. 2 മിഡ് വാല്യൂ ആയിട്ട് വരുന്ന ക്ലാസ് 1 to 3, 4 മിഡ് വാല്യൂ ആയിട്ട് വരുന്ന ക്ലാസ് 3 to 5, 6 മിഡ് വാല്യൂ ആയിട്ട് വരുന്ന ക്ലാസ് 5 to 7, 8 മിഡ് വാല്യൂ ആയിട്ട് വരുന്ന ക്ലാസ് 7 to 9, 10 മിഡ് വാല്യൂ ആയിട്ട് വരുന്ന ക്ലാസ് 9 to 11. ഇങ്ങനെ ക്ലാസ് ഇന്റർവെല്ലുകളും ഫ്രീക്വൻസിയുമാണ് നമുക്ക് തരിക ഏത് കണ്ടിന്യൂസ് സീരീസിൽ. നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്ലാസ് ഇന്റർവെല്ലുകളുടെ മിഡ് വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് മിഡ് വാല്യൂസിന് എക്സ് എന്ന് പേര് കൊടുക്കുക. പിന്നെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് എഫ്, ബാക്കി കാര്യങ്ങളെല്ലാം അപ്പം ഡിസ്ക്രീറ്റ് സീരീസ് ആയി മാറി. കണ്ടോ, എക്സും എഫും ആയിട്ട് മാറി. അപ്പം ബാക്കി ഫോർമുല സെയിം ആണ്, ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം സെയിം ആണ്. അപ്പം ഇതൊന്ന് തനിയെ ട്രൈ ചെയ്ത് നോക്കൂ.